വീണ്ടും ഈ എനിക്ക് ജോലി ഉണ്ടെന്നുള്ളതും ആ ജോലിയിൽ നിന്ന് റിലീവായി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കേരള ബാർ കൗൺസിൽ മുമ്പാകെ എൻറോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും എനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എൻ്റെ ജോലി ഉള്ളതല്ലേ കുഴപ്പം. ഞാൻ രാജിക്കത്ത് കൊടുത്തിരിക്കുകയാണ്. രാജി അക്സെപ്റ്റ് ചെയ്ത് വന്നാൽ മതി. എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി രാജിക്കത്തൊന്ന് അക്സെപ്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അവർ തരില്ല. കാരണം എന്നോടുള്ള ശാശ്വതമായൊരു വിരോധം എൻ്റെ ഉദ്യോഗസ്ഥ മേധാവികൾക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ കുരുട്ട് ബുദ്ധി, കൊനഷ്ട ബുദ്ധി എന്നെന്ത് വേണേൽ പറയാം, പ്രയോഗിച്ചു. ഞാനൊരു കടലാസ് എടുത്തിട്ട് ഞാൻ ഇത്രാം തീയതി രാജി സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ ജോലിയിൽ നിന്ന്. ഇതുവരെ രാജി അംഗീകരിച്ച് എനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞാൻ സർവീസിലുണ്ടെന്നാണ്. എൻ്റെ ശമ്പളം ഇതുവരെ ഉള്ളത് ഉടനെ തന്നെ എനിക്ക് അയച്ചു തരണം എന്നൊരപേക്ഷ. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് ഇത് എന്തോ മോശം കാര്യത്തിൻ്റെ തുടക്കമാണെന്ന് തോന്നി. എന്തായാലും മടക്കത്തപാലിൽ തന്നെ എൻ്റെ രാജി സ്വീകരിച്ച് എനിക്ക് മറുപടി കിട്ടി. എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നതാണ് ശമ്പളം കിട്ടാനെന്ന എഴുതി. അപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടി വേണ്ടാത്തൊരു കാര്യം ചോദിച്ചാൽ നടക്കുമെന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെ മടക്കത്തപാലിൽ എനിക്ക് മറുപടി കിട്ടി. ഞാൻ എൻ്റെ രാജി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബാർ കൗൺസിലിൽ കൊടുത്തു. എൻറോൾമെൻറ്റിന് വേണ്ടി ഞാൻ അപേക്ഷ പൂർത്തിയാക്കി. അന്നത്തെ മെയിൻ എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞു പോയിരുന്നു അപ്പോഴത്തേക്ക്. പിന്നീടൊരു സ്പെഷ്യൽ എൻറോൾമെൻ്റ് ആണ്. 16 അംഗങ്ങൾ മാത്രം എൻറോൾ ചെയ്യുന്ന ഒരു എൻറോൾമെൻ്റ് ഉണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ബാർ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അന്ന് ബാർ കൗൺസിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറത്തൊരു ചെറിയ കെട്ടിടത്തിലാണ്. ഈ പുതിയ ബിൽഡിംഗ് ഒന്നും അല്ല. അത് മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആ എൻറോൾമെൻറ്റ് നടത്താൻ ബാർ കൗൺസിൽ തീരുമാനിച്ചു. ജസ്റ്റിസ് വി പി ഗോപാലൻ നമ്പ്യാരെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കാൻ അവർ തീരുമാനിച്ചു. അതൊക്കെ എൻ്റെ പിന്നീടുള്ള അറിവാണ്. വി പി ഗോപാലൻ നമ്പ്യാർ അന്ന് കേരള ഹൈക്കോടതിയിലെ സീനിയർ മോസ്റ്റ് ഒരു ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൻറോൾമെൻറ്റിൽ ഞാൻ സത്യവാചകം ചൊല്ലിയാണ് അഭിഭാഷകനാകുന്നത്. ആ വി പി ഗോപാലൻ നമ്പ്യാർക്ക് ശേഷം ഉള്ള ജഡ്ജിമാരെയൊക്കെ എനിക്കറിയാം. അന്നും കുറച്ച് അതിനു മുമ്പ് തന്നെ കുറേ ഹൈക്കോടതിയിൽ അതിനു മുമ്പും ഹൈക്കോടതിയിലെ കുറച്ച് ജഡ്ജിമാരെയൊക്കെ എനിക്ക് നേരിട്ട് കണ്ടും കേട്ടുമൊക്കെ പരിചയമുണ്ട്. അതിൽ ഒരു ജഡ്ജിയാണ് ഇന്നത്തെ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായ ശ്രീ കെ എം ജോസഫിൻ്റെ പിതാവായ ജസ്റ്റിസ് കെ കെ മാത്യു. അദ്ദേഹം പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത് എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റിസ് കെ കെ മാത്യുവിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഒരുപക്ഷെ 1976 അല്ലേ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നിട്ട് ചില വിധിന്യായങ്ങൾ, ഭരണഘടനാപരമായ നമ്മുടെ അറിയുവാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ഭരണഘടനാ വിധിന്യായങ്ങളൊക്കെ പുറപ്പെടുവിച്ചു കെ കെ മാത്യു. പക്ഷേ ആ കെ കെ മാത്യുവിൻ്റെ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോഴുള്ള ബെഞ്ചിൽ ഞങ്ങളുടെ ഈ ടെലിഫോൺസിൽ നിന്നും മറ്റും പിരിച്ചുവിടപ്പെട്ടവരുടെ ഹർജി കൊടുത്തിരുന്നു. TCN മേനോൻ ആയിരുന്നു ഞങ്ങളുടെ സംഘടനയുടെ നേതാവും വക്കീലും. അപ്പം ഞാൻ അന്ന് 68 ഞാൻ വക്കീലായിട്ടില്ല. ഞാൻ 71 വക്കീലായുള്ളെങ്കിലും 68 വക്കീലാകുന്നതിന് മുമ്പ് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കും കുമാർജി, പിന്നീട് വക്കീലായ PA കുമാരൻ, ഞങ്ങൾക്ക് ഈ ഹർജികളൊക്കെ തയ്യാറാക്കി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നുള്ള പാരാ ലീഗൽ ഉദ്യോഗം ഞങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളൊക്കെ മുഖ്യമായിട്ട് പിരിച്ചുവിടപ്പെട്ടവരുടെ കേസൊക്കെ വന്നത് കെ കെ മാത്യു എന്ന മഹാനായ ജഡ്ജിയുടെ ബെഞ്ചിലാണ്. മിക്കവാറും കേസുകളിലൊക്കെ എംപ്ലോയീസിന് അനുകൂലമായിട്ടന്ന് ഓർഡറുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. TCN മേനോനായിരുന്നു ഞങ്ങളുടെ സംഘടനാ നേതാവും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഞങ്ങളുടെ കാര്യങ്ങൾ കേസ് നടത്തുന്ന വക്കീലുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം കടന്നുപോയി. അതിനുശേഷം 71 ഞാൻ വക്കീലായതെന്ന് പറഞ്ഞല്ലോ. 71 വക്കീലായി 1-2 വർഷം എനിക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴും എൻ്റെ ഈ ഹാങ് ഓവർ മാറിയിട്ടില്ല. ഈ പരസ്യമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനവും തർക്കവും വിതർക്കവും ഒക്കെ ആയിട്ട് നടക്കുക. അല്ലാതെ വേറെ ഈ പഠിച്ച വക്കീലാകുന്ന പശ്ചാത്തലമില്ല. ഒരു വക്കീൽ എൻ്റെ പശ്ചാത്തലം എനിക്കില്ലല്ലോ. എൻ്റെ അച്ഛൻ വക്കീലായിരുന്നില്ല.
അപ്പൂപ്പൻ വക്കീലല്ല, അമ്മാവൻ വക്കീലല്ല. എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് തരാൻ എനിക്ക് ആരും ഉണ്ടായില്ല. 71 വക്കീലായെങ്കിലും. അപ്പോൾ ഒരു സീനിയർ വേണ്ടേ വക്കീലാകാൻ. അപ്പോൾ സീനിയർ തേടി എറണാകുളത്തെ പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇന്നത്തെ മാതിരിയുള്ള ഒന്നുമില്ല. അന്ന് വക്കീലന്മാരുടെ സംഘടനകളൊന്നും ഇത്ര ശക്തമൊന്നുമില്ല. എവിടെ പോയി ചോദിക്കണം എന്നറിയില്ല. ഞാൻ രാധാ ലോഡ്ജ് എന്നൊരു ലോഡ്ജുണ്ട് മാർക്കറ്റ് റോഡ്. രാധാ ലോഡ്ജ് എന്നൊരു ലോഡ്ജുണ്ട്. ആ ലോഡ്ജ് ടോഡി പാർലർ നടന്നിരുന്ന സ്ഥലമാണ്. KR ഗൗരിയമ്മയാണ് ഈ ടോഡി പാർലർ ഉദ്ഘാടനം ചെയ്തത്. ഭാസ്കരൻ എന്ന ഷോപ്പ് കോൺട്രാക്ടർ, അദ്ദേഹത്തെ പിൽക്കാലത്ത് തുരപ്പൻ ഭാസ്കരൻ എന്നൊക്കെ അറിയുമോ നിങ്ങൾക്കറിയാം അല്ലേ? അദ്ദേഹമാണ് എൻ്റെ ഉടമസ്ഥൻ. ടോഡി പാർലറിൽ നല്ല മീൻകറി കിട്ടും, നല്ല കള്ളും കിട്ടും. ഇത് എന്താണ് ഒരു മത്സ്യമുണ്ടല്ലോ, തിരുത. തിരുതയുടെ മുട്ടയും ഒക്കെ. ഇപ്പം തിരുതയൊക്കെ എറണാകുളത്ത് വളരെ ഫേമസ് ആയ ഒരു മത്സ്യമാണെന്ന് അറിയാമല്ലോ നമുക്ക്. തിരുത അപ്പം ചിലർ ആളുകളുടെ പേരിൽ തന്നെ തിരുത എന്ന അപരനാമധേയമൊക്കെ വന്നിട്ട് അവരൊക്കെ എവിടെ പോയി എവിടെ നിൽക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ ഞാൻ താമസിച്ചിരുന്നു. അവിടെ എൻ്റെ ഒപ്പം താമസിച്ചിരുന്നതാണ് സത്യത്തിൽ കുറച്ചു കാലം പിന്നീട് ജഡ്ജിയായ ജസ്റ്റിസ് ഗഫൂറും കൊണ്ടൂർ രവീന്ദ്രനാഥ മേനോൻ എന്നൊരു വക്കീൽ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മുറിയിലാണ് ഓഫീസ് ഇട്ടിരുന്നത്, മാർക്കറ്റ് റോഡ്. അപ്പം ഞാൻ വക്കീലായി കഴിഞ്ഞപ്പം ഞാൻ ഇദ്ദേഹത്തോടെ